മക്കളെ LBSൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതായത് പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നേഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളിലേക്കാണ്. ഏകദേശം നേഴ്സിംഗ് ഉൾപ്പെടെ 19ഓളം കോഴ്സുകളിലേക്കാണ് രജിസ്ട്രേഷൻ തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ രജിസ്ട്രേഷൻ്റെ ഡീറ്റെയിൽ നോക്കുക. ജൂൺ 11 തുടങ്ങി ജൂലൈ 2 തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അപേക്ഷയുടെ അന്തിമ സമർപ്പണത്തിനുള്ള അവസാന തീയതിയാണ് ജൂലൈ 2. എന്നാൽ ഫീസ് അടയ്ക്കാനുള്ള സമയം ജൂൺ 30 വരെയാണ്. ഓക്കെ, ജൂൺ 11 തുടങ്ങി ജൂൺ 30 തീയതി വരെ നിങ്ങൾക്ക് ഫീ അടയ്ക്കാൻ പറ്റൂ. എന്നാൽ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ജൂലൈ 2 വരെ സമയം കിട്ടും. ഇതിൽ ഫീസിൻ്റെ ഡീറ്റെയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ 800 രൂപയാണ് ഫീ. ആർക്കൊഴികെ? SC/ST വിഭാഗക്കാർക്കൊഴികെ. അതായത് SC അല്ലെങ്കിൽ ST കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കുട്ടികൾക്ക് ഫീസ് അടയ്ക്കേണ്ടത് 400 രൂപയാണെങ്കിൽ ഇവരല്ലാത്ത എല്ലാവരും അടയ്ക്കേണ്ടത് 800 രൂപയാണ്. ഈ ഫീസ് അടയ്ക്കാനുള്ള സമയം ജൂൺ 30 വരെ ഉണ്ടാവുള്ളൂ. എന്നാൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ ജൂലൈ 2 തീയതി വരെ സമയം ഉണ്ടാവും. ഇനി ഈ പ്രാവശ്യം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ മാത്രമാണ്. ഈ രജിസ്ട്രേഷനും ചെയ്ത് ഫൈനൽ കൺഫർമേഷനും ചെയ്താൽ മതി. ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യുക, അല്ലെങ്കിൽ കോളേജ് ചൂസ് ചെയ്യുക, കോഴ്സ് ചൂസ് ചെയ്യുക, ഇതൊക്കെ പിന്നീട് റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വരുന്നതിന് അല്ലെങ്കിൽ വന്നതിന് ശേഷം ഏതൊക്കെ കോളേജുകളാണുള്ളത്, എത്രയാണ് അവിടുത്തെ ഫീ, അല്ലെങ്കിൽ കോഴ്സ് ഡീറ്റെയിൽ, ഇതൊക്കെ പിന്നീട് പറയാം. ഇപ്പോൾ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം. അതായത് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുക, റാങ്ക് ലിസ്റ്റ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷനുമായിട്ടുള്ള കാര്യങ്ങൾ പറയും. ഇപ്പോൾ രജിസ്ട്രേഷനെ കുറിച്ച് മാത്രം പറയാം. ഞാൻ ഓൾറെഡി പറഞ്ഞു 19ഓളം കോഴ്സുകളാണ്. അത് ഒന്ന് നേഴ്സിംഗ് ആണ്, രണ്ടാമത്തേത് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയും, മൂന്നാമത്തേത് പെർഫ്യൂഷൻ ടെക്നോളജി, നാലാമത്തേത് ഒപ്റ്റോമെട്രി, ഫിസിയോതെറാപ്പി, ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജി, കാർഡിയോവാസ്കുലാർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഒക്യുപ്പേഷണൽ തെറാപ്പി, മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, റേഡിയോ തെറാപ്പി ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ, മെഡിക്കൽ ബയോകെമിസ്ട്രി, പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ്, എമർജൻസി മെഡിക്കൽ ടെക്നോളജി, റെസ്പിറേറ്ററി ടെക്നോളജി, അനസ്തേഷ്യ ടെക്നോളജി, മെഡിക്കൽ മൈക്രോബയോളജി. ഇങ്ങനെ 19ഓളം കോഴ്സുകളിലേക്കാണ് ഈ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ LBS അലോട്ട്മെൻറ്റ് നടത്തുക. ഈ LBS എവിടേക്കാണ് നടത്തുക എന്ന് ചോദിച്ചാൽ എല്ലാ ഗവൺമെൻറ് കോളേജുകളിലെ സീറ്റും കംപ്ലീറ്റ് 100% ഗവൺമെൻറ് കോളേജുകളിലെ സീറ്റ് ഫില്ല് ചെയ്യുന്നത് LBS ആണ്. അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ സിമെറ്റ് പോലെ, CPAS പോലെ, കേപ്പ് പോലെ, MCG പോലെ ഇങ്ങനെയുള്ളിടത്തൊക്കെ 50% സീറ്റുകളും ഓൾറെഡി PNC മാക്കിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അവർ 50% ഫില്ല് ചെയ്യും, ബാക്കി LBS ഫില്ല് ചെയ്യും. CPASൻ്റേത് വന്നിട്ടുണ്ട്, അവരും 50% ഫില്ല് ചെയ്യും, ബാക്കി LBS ഫില്ല് ചെയ്യും. ഇതൊക്കെയാണ് LBS അലോട്ട്മെൻറ്റ് ചെയ്യുക. ഗവൺമെൻറ് കോളേജിലെ ഫുൾ സീറ്റും LBS ആയിരിക്കും. ഇനി സീറ്റ് അലോട്ട്മെൻറ്റിൽ സ്റ്റേറ്റ് മെറിറ്റിന് 50% സീറ്റ് ഉണ്ടാവും. ഇനി EWS കാറ്റഗറിക്ക് 10% ഉണ്ടാവും. SC/BC കാറ്റഗറിക്ക് 30%. അതിൽ 9% ഈഴവ കമ്മ്യൂണിറ്റിക്ക്, 8% മുസ്ലിം കമ്മ്യൂണിറ്റിക്ക്, 3% ബാക്ക്വേർഡ് ഹിന്ദു, 3% ലാറ്റിൻ കാത്തലിക്ക്, ധീവരയ്ക്ക് 2%, വിശ്വകർമ്മ 2%, കുശവൻ കാറ്റഗറി 1%, കുടുംബി കാറ്റഗറി 1%, ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 1%, അതേപോലെ SC കാറ്റഗറി 8%, ST കാറ്റഗറി 2%. ഇങ്ങനെയാണ് സീറ്റ് റിസർവേഷൻ ഉണ്ടാവുക. ഇനി അക്കാഡമിക് എലിജിബിലിറ്റി നോക്കുക. അതായത് എല്ലാ കോഴ്സുകൾക്കും ഏതൊഴികെ BSLPയും അതേപോലെ BPO പ്രോസ്തെറ്റിക് ആൻഡ് ഓർത്തോട്ടിക്സ് ഒഴികെ ഈ രണ്ട്, അതായത് ഈ BSLPയും BPOയും ഒഴികെ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാമുകൾക്കും എന്ത് ചെയ്യണം? ഷുഡ് ഹാവ് സെപ്പറേറ്റ് മിനിമം പാസ് മാർക്ക് ഫോർ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. മൂന്നിനും സെപ്പറേറ്റ് പാസ്സായിരിക്കണം. മാത്രമല്ല 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് ചേർത്ത് പുട്ടുകതർ അഗ്രിഗേറ്റ് ആയും വേണം സെക്കൻഡ് ഇയറിൽ. BSLPക്ക് എന്താ പ്രത്യേകത വെച്ചാൽ BSLPക്ക് ഷുഡ് ഹാവ് സെപ്പറേറ്റ് മിനിമം പാസ് മാർക്ക് ഫോർ ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. അതേപോലെ തന്നെ 50% മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക്, ബയോളജി അല്ലെങ്കിൽ മാത്സിന്, അതല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിന്, ഇലക്ട്രോണിക്സിന്, സൈക്കോളജിക്ക്, ഇതിലേതെങ്കിലും ഒന്ന്. അതായത് ഫിസിക്സ്, കെമിസ്ട്രി നിർബന്ധമാണ്. ബയോളജിക്ക് പകരം ഇതിലേതായാലും കുഴപ്പമില്ല, പുട്ടുകതർ. ഇതെല്ലാം കൂടെ ചേർത്ത് 50% മാർക്ക് ഉണ്ടായാൽ മതി. എന്നാൽ BPO പ്രോഗ്രാമിന് കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് സെപ്പറേറ്റ് മിനിമം പാസ് മാർക്ക്. ഫിസിക്സിനും കെമിസ്ട്രിക്കും, ബയോളജി അല്ലെങ്കിൽ മാത്സ് ഇതിലേതെങ്കിലും മതി, അതിന് സെപ്പറേറ്റ് മിനിമം പാസ് മാർക്ക് ഉണ്ടാവണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇല്ലെങ്കിൽ മാത്സ് ആൻഡ് ഇംഗ്ലീഷ് ഇത്രയും ചേർത്ത് 50% മാർക്ക് BPOയ്ക്കും വേണം. ഇനി അപ്ലൈ ചെയ്യുമ്പോൾ വേണ്ട ഡോക്യുമെൻറ്റ്, ഈ ഡോക്യുമെൻറ്റുകളുടെ ഒരു ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയാം. നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ടതും അല്ലാത്തതുമൊക്കെ ഉണ്ട്. ഇതിൽ സ്കാൻഡ് കോപ്പി ഓഫ് ദ റെലവൻറ്റ് പേജ് ഓഫ് SSLCയുടെ ഫ്രണ്ട് പേജ് ഉണ്ടാവണം, മാൻഡേറ്ററി ആണ്, ഡേറ്റ് ഓഫ് ബർത്ത് തെളിയിക്കാൻ വേണ്ടി. അതേപോലെ സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഇൻ പ്രൂഫ് ഓഫ് നേറ്റിവിറ്റി തെളിയിക്കാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതുപോലെ സ്കാൻഡ് കോപ്പി ഓഫ് ദ മാർക്ക് ലിസ്റ്റ്
+2 മാർക്ക് ലിസ്റ്റ് നിർബന്ധമായിട്ടും ഉണ്ടാവണം. സ്കാൻഡ് കോപ്പി ഓഫ് സർട്ടിഫിക്കറ്റ് ഇൻ സപ്പോർട്ട് ഓഫ് എനി ക്ലെയിം ഫോർ സ്പെഷ്യൽ റിസർവേഷൻ, അത് നമ്മൾ എന്താണെന്ന് പിന്നീട് പറയും. അതേപോലെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതും ആവശ്യമുണ്ടെങ്കിൽ അപ്ലിക്കബിൾ ആണെങ്കിൽ അതും പിന്നീട് പറയും. അതുപോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തഹസിൽദാറിൽ നിന്ന് കിട്ടുന്ന SC/ST കാൻഡിഡേറ്റിന് അത് വേണം. അതേപോലെ നോൺ ക്രിമിനൽ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് വേണം. അത് വില്ലേജിൽ നിന്ന് കിട്ടുന്നതായിരിക്കണം, സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലായിരിക്കണം. ആ സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. ഇന്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ടാവണം. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അത് സാധാരണ രീതിയിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ കേസിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അതേപോലെ NRI കോട്ടയിലാണെങ്കിൽ അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്ന മെറ്റീരിയലും. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഡോക്യുമെൻ്റ് എന്ന് പിന്നീട് ഞാൻ പറയും. ഇങ്ങനെയുള്ള ഡോക്യുമെൻ്റാണ് നിങ്ങൾ ഈ അപ്ലിക്കേഷൻ്റെ സമയത്ത് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇനി അപ്ലിക്കേഷന് ശേഷം 3 തരം റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുക. ഒന്നാമത്തേത് BSc നേഴ്സിംഗ് ഉൾപ്പെടെയുള്ള ഏകദേശം 17ഓളം കോഴ്സുകളുടെ ഒരു റാങ്ക് ലിസ്റ്റ്. രണ്ടാമത്തേത് റാങ്ക് ലിസ്റ്റ് 2, ഇത് BSLPക്ക് വേണ്ടി. റാങ്ക് ലിസ്റ്റ് 3 BPOയ്ക്ക് വേണ്ടി. ഇങ്ങനെ 3 റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരു കുട്ടി ഇതിൽ 3ലും വരാം. ഗവൺമെൻറ് കോളേജിലെ ഫീ നോക്കുക. BSc നേഴ്സിംഗിന് 23,170 രൂപയാണ്. MLTക്ക് 20,860 രൂപയാണ്. ബാക്കി എല്ലാത്തിനും 22,010 രൂപയാണ് ഗവൺമെൻറ് കോളേജിലെ ഫീ. ഇനി അപ്ലിക്കേഷൻ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്, അതിൽ അപേക്ഷാ സമർപ്പണത്തിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഒരു സെപ്പറേറ്റ് PDF ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് lbscenter.kerala.gov.in, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അപേക്ഷാ സമർപ്പണം പൂർണ്ണമായും ഓൺലൈൻ മുഖേന മാത്രമാണ്, ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ. BSc നേഴ്സിങ്ങിനും മറ്റ് അലൈഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി കോഴ്സുകൾക്ക് എല്ലാം കൂടെ ചേർന്ന് ഒറ്റ അപേക്ഷ കൊടുത്താൽ മതി. അല്ലാതെ നേഴ്സിങ്ങിനൊന്ന് BPOയ്ക്കൊന്ന് അങ്ങനെ ഒരു പരിപാടിയില്ല. എല്ലാം കൂടെ ചേർത്ത് ഒറ്റ അപേക്ഷ കൊടുത്താൽ മതി. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ കുട്ടിയുടെ കയ്യിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ സ്കാൻഡ് ഇമേജ് ഉണ്ടാവണം, JPG ഫോർമാറ്റിലുള്ളത്. അതേപോലെ കുട്ടിയുടെ സർട്ടിഫിക്കറ്റുകളുടെ സ്കാൻഡ് ഇമേജുകൾ ഉണ്ടാവണം. ഒരു വാലിഡ് മൊബൈൽ നമ്പർ ഉണ്ടാവണം. വാലിഡ് ഇമെയിൽ ID ഉണ്ടാവണം. ഈ ഓൺലൈൻ രജിസ്ട്രേഷന് ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറോ ഇമെയിൽ IDയോ മാറ്റാൻ സമ്മതിക്കില്ല. അതേപോലെ അപ്ലിക്കേഷൻ കഴിയുമ്പോൾ ഫൈനൽ സബ്മിഷൻ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഫൈനൽ സബ്മിഷന് മുമ്പ് തന്നെ എല്ലാ ക്ലെയിമുകളും നൽകണം. ഫൈനൽ സബ്മിഷൻ കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്കൊരു ക്ലെയിം ആഡ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ കൊടുക്കുന്ന ക്ലെയിമുകൾ സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റുകൾ ഇതിൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്യുകയും വേണം. ഓക്കെ, ആ ഡോക്യുമെൻറ്റുകളെല്ലാം ക്ലിയർ ആയിരിക്കണം, വായിക്കാവുന്ന പോലെ ആയിരിക്കണം അതിൻ്റെ സ്കാൻഡ് ഇമേജ്. ഇനി ഈ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടോ സർട്ടിഫിക്കറ്റ് കോപ്പിയോ ഒരു സാധനവും നിങ്ങൾ ഓഫീസിലേക്ക് ബൈ പോസ്റ്റ് അയക്കേണ്ടതില്ല. അതുപോലെ ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അപേക്ഷാ നമ്പറും രജിസ്ട്രേഷൻ IDയും പാസ്വേഡും ഒക്കെ ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് കഴിയുന്നത് വരെ സൂക്ഷിച്ചു വയ്ക്കണം. ഓക്കെ, അത് ഉപയോഗിച്ചിട്ടാണ് ഓരോ പ്രാവശ്യം നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടതും ബാക്കി ഡീറ്റെയിൽ ചെയ്യേണ്ടതും. ഓക്കെ, ഇനി അപേക്ഷിച്ച് കഴിയുമ്പോൾ, അതായത് അപേക്ഷ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ നിർബന്ധമായിട്ടും ചെയ്യണം. ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ മാത്രമാണ് നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ പരിഗണിക്കുക. ഇപ്പോൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്യുന്ന കുട്ടികളിലെ ഡോക്യുമെൻറ്റുകളിൽ എന്തെങ്കിലും അപാകതയോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടൽ വഴി അത് അറിയിക്കുകയും നിങ്ങൾക്കത് മാറ്റാനുള്ള സമയം തരികയൊക്കെ ചെയ്യും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക, ഈ ഫൈനൽ കൺഫർമേഷനുള്ള സ്റ്റെപ്പ് ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുക. ഇനി മുമ്പ് ഞാൻ പറഞ്ഞ കാര്യം, അപേക്ഷകൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജുകളോ കോഴ്സുകളോ അപേക്ഷ കൊടുക്കുമ്പോൾ കൊടുക്കേണ്ടതില്ല. അതിനുള്ള സൗകര്യം പിന്നീട് നൽകും. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം മാത്രമാണ് ഏതൊക്കെ കോഴ്സുകൾക്ക് ചേരണം എന്നുള്ളതെല്ലാം കോളേജ് ഓപ്ഷൻസും കോഴ്സ് ഓപ്ഷൻസും ഒക്കെ മുൻഗണനാക്രമത്തിൽ പിന്നീട് കൊടുത്താൽ മതി. അതെപ്പോഴാണ്? റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതിന് ശേഷം. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് lbscenter.kerala.gov എന്നുള്ള സൈറ്റിൽ കയറുക. അതിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് മെഡിക്കൽ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് ആൻഡ് അനൗൺസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ടാവും. ഓക്കെ, അവിടെ അപ്ലിക്കേഷൻ ഫോർ നേഴ്സിംഗ് ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സ് 2026 ഉണ്ടാവും. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് രജിസ്ട്രേഷനാണ് സ്റ്റെപ്പ്. അപ്പോൾ കുട്ടിയുടെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ കൊടുക്കണം. അപ്പോൾ അവിടെ നിങ്ങളുടെ കാറ്റഗറി കാണിക്കണം. കുട്ടി SC ആണോ ST ആണോ എന്ന് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ മാത്രമാണ് ഫീസ് ഇളവുണ്ടാവുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ബേസിക് രജിസ്ട്രേഷൻ ചെയ്തു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നത് ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസ് ഞാൻ നേരത്തെ പറഞ്ഞു, SC ST വിഭാഗക്കാർക്ക് 400 രൂപയാണ്. ബാക്കി എല്ലാ കാറ്റഗറിക്കും 800 രൂപയാണ് ഫീ വരിക. ഇത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബാങ്കിൽ, ഫെഡറൽ ബാങ്കിൽ പോയി ചെല്ലാനായിട്ടും ചെയ്യാം. ഇനി മൂന്നാമത്തെ റൗണ്ടിൽ നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ ഡോക്യുമെൻറ്റുകൾ, ഇതൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതിനായിട്ട് ലോഗിൻ ലിങ്ക് ക്ലിക്ക് ചെയ്യണം. നിങ്ങളുടെ പാസ്വേഡ് ഒക്കെ ഉപയോഗിച്ച് എന്നിട്ട് പാസ്വേഡ് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പിന്നെ നേറ്റിവിറ്റി, ജനനത്തീയതി എന്ന് വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റിൽ പറഞ്ഞ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യണം? അപ്ലോഡ് ചെയ്യണം. ഇനി അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അക്കാഡമിക് ഡേറ്റ നൽകുമ്പോൾ, അതായത് നിങ്ങളുടെ +2 ബന്ധപ്പെട്ട ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ 2026 മുമ്പ് പാസ്സായിട്ടുള്ളവർ, 2026 മുമ്പ് +2 പാസ്സായവരും പ്ലസ് CBSE, ICSE, ISC സിലബസുകളിലൊക്കെ പഠിച്ച കുട്ടികളും മറ്റ് സ്റ്റേറ്റ് ബോർഡുകളിൽ പഠിച്ച കുട്ടികളുമൊക്കെ ഏത് വർഷം പാസ്സായാലും
സ്റ്റേറ്റിലുള്ള കുട്ടികൾ 2026 മുമ്പും ബാക്കി ഏത് സിലബസിൽ പഠിച്ച കുട്ടികൾ ഏത് വർഷം പാസ്സായാലും അവർക്ക് +2 കിട്ടിയ മാർക്ക് ഓൺലൈൻ അപേക്ഷ കൊടുക്കുമ്പോൾ തന്നെ രേഖപ്പെടുത്തണം. എന്നാൽ 2026 അധ്യയന വർഷം +2 സ്റ്റേറ്റിൽ കേരള സ്റ്റേറ്റിൽ പഠിച്ച കുട്ടികൾ, കേരള HSCO VHSCO പഠിച്ച കുട്ടികൾ ഓൺലൈനായിട്ട് മാർക്ക് കൊടുക്കണ്ട, അവർ ഹാൾ ടിക്കറ്റിൻ്റെ നമ്പർ മാത്രം കൊടുത്താൽ മതി. അതായത് 2026 +2 എക്സാം സ്റ്റേറ്റ് ബോർഡിൽ, കേരള സ്റ്റേറ്റ് ബോർഡിൽ എഴുതിയ കുട്ടികൾ മാത്രം എന്ത് ചെയ്യുക, ഹാൾ ടിക്കറ്റ് നമ്പർ കൊടുക്കുക. ബാക്കി എല്ലാവരും 2026 മുമ്പ് സ്റ്റേറ്റ് പഠിച്ചവരും 2026 അതിനു മുമ്പോ മറ്റ് സിലബസുകൾ പഠിച്ചവരും ഒക്കെ മാർക്ക് കൊടുക്കുക തന്നെ വേണം. അതേപോലെ എല്ലാ ക്ലെയിമുകളും സപ്പോർട്ട് ചെയ്യാനുള്ള ഡോക്യുമെന്റ് നിങ്ങൾ ഈ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സർട്ടിഫിക്കറ്റും ശ്രദ്ധിക്കുക. സർട്ടിഫിക്കറ്റിലെ എല്ലാ വരികളും കോളങ്ങളും പൂരിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക, സർട്ടിഫിക്കറ്റ് തരുന്ന തീയതി ഉണ്ടോ എന്ന് നോക്കുക, സിഗ്നേച്ചർ ഉണ്ടോ എന്ന് നോക്കുക, സീൽ ഉണ്ടോ എന്ന് നോക്കുക, ഓഫീസ് സീൽ ഉണ്ടോ എന്ന് നോക്കുക. അതേപോലെ EWS സർട്ടിഫിക്കറ്റ് ഒക്കെ ആണെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ കോളത്തിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ 25-26 ആണോ എന്ന് ചെക്ക് ചെയ്യുക. ഇതൊക്കെ നോക്കണം. NRI കോട്ട ആവശ്യമുണ്ടെങ്കിൽ അത് അപേക്ഷയിൽ കൊടുക്കുകയും അതിന് വേണ്ട സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും വേണം. ഇനി ഇത് നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഈ പറഞ്ഞ EWS അല്ലെങ്കിൽ ഒക്കെ അങ്ങനെയുള്ള NCL ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കലി ഓൺലൈനായിട്ട് വരുന്നത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടോളും. അതേപോലെ നിങ്ങൾ അപ്ലിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സേവ് ചെയ്തിട്ട് പിന്നീട് റീസ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. അതിൽ പ്രശ്നങ്ങളില്ല. ഫൈനൽ കൺഫർമേഷൻ വരെ ഒറ്റയടിക്ക് ചെയ്യണമെന്നില്ല. സേവ് ചെയ്ത് ഓരോ പേജ് കഴിയുമ്പോൾ സേവ് ചെയ്തും ഒക്കെ ചെയ്യാം. പക്ഷേ ഫൈനൽ കൺഫർമേഷൻ എന്നുള്ളത് നിർബന്ധമായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളെ പരിഗണിക്കൂ എന്ന് മാത്രം. ഇനി ഡോക്യുമെൻറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ സംവരണ ആനുകൂല്യം ലഭിക്കുന്നതിന് SCBC കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ, അതുപോലെ OEC കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളുമൊക്കെ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള സർക്കാർ പഠനാവശ്യങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിൽ തരുന്ന നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, എങ്ങനെയുള്ള കുട്ടികളാണ് SCBC അല്ലെങ്കിൽ OEC കാറ്റഗറിയിൽ കുട്ടികളൊക്കെ അല്ലെങ്കിൽ അപേക്ഷിക്കുന്ന കുട്ടികളൊക്കെ വില്ലേജിൽ നിന്ന് വാങ്ങുന്ന NCL ആയിരിക്കണം, സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ള NCL ആയിരിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വില്ലേജിൽ നിന്നായിരിക്കണം, സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിലുള്ളതായിരിക്കണം. ഇതല്ലാത്തതൊന്നും പരിഗണിക്കില്ല. അതേപോലെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും പരിഗണിക്കില്ല. കേരളത്തിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ പരിഗണിക്കൂ. അതായത് ഡേറ്റ് നോക്കുക, 30/6/2025 ശേഷമുള്ള സർട്ടിഫിക്കറ്റുകൾ മാത്രമേ സ്വീകരിക്കൂ. അതും ശ്രദ്ധിക്കാം. ഇനി SC/ST വിഭാഗക്കാരാണെങ്കിൽ വില്ലേജിൽ നിന്നല്ല തഹസിൽദാറോടാണ് വാങ്ങേണ്ടത്. അതും 30/6/2023 ശേഷമുള്ള സർട്ടിഫിക്കറ്റ് സ്വീകരിക്കും. ഓക്കെ, 23 ആ ഡേറ്റ് കൂടി ഒന്ന് ശ്രദ്ധിക്കുക, ഇതിന് ശേഷമുള്ളത്. അപ്പോൾ NCL കാറ്റഗറി വില്ലേജിൽ നിന്ന് സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസ് ആണെങ്കിൽ SC/ST കാറ്റഗറി താലൂക്കിൽ തഹസിൽദാർ എന്നുള്ള ജാതി സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. ഇനി നോൺ ക്രിമിലെയർ കാറ്റഗറിയിൽ പെടാത്ത OEC കുട്ടികളുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, വില്ലേജ് ഓഫീസർ തരുന്ന ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇപ്പോൾ NCL അല്ല എന്ന് വിചാരിക്കാം. ഇപ്പോൾ മൈനോറിറ്റി കാറ്റഗറിയാണ്, NCL അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജാതി സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് വാങ്ങാം, വില്ലേജിൽ നിന്ന് വാങ്ങാം. അതേപോലെ SC/ST OEC വിഭാഗക്കാർ ഒഴികെയുള്ള ജനറൽ കാറ്റഗറിയിൽ ഉൾപ്പെട്ട മറ്റു കുട്ടികൾ കുടുംബ വാർഷിക വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫീസ് ആനുകൂല്യം കിട്ടണമെങ്കിൽ, സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഇപ്പോൾ ഒരു ജനറൽ കാറ്റഗറി ആണെന്ന് വിചാരിക്കുക, വരുമാന സർട്ടിഫിക്കറ്റ് എന്തായാലും വാങ്ങാം, എന്നാലേ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റൂ. അതേപോലെ ഇന്റർ കാസ്റ്റ് മാരേജ് ആണെങ്കിൽ അതിലൊരാൾ SCO STO ആണെങ്കിൽ അവരുടെ കുട്ടികൾ എന്ത് ചെയ്യുക, SC/ST വിഭാഗങ്ങൾക്ക് ലഭ്യമാകുന്ന ഫീസ് ആനുകൂല്യം കിട്ടണമെങ്കിൽ തഹസിൽദാരോട് വാങ്ങുന്ന ഇന്റർ കാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. അതേപോലെ വിദ്യാർത്ഥികളുടെ ജനനസ്ഥലം രേഖപ്പെടുത്തിയിട്ടുള്ള സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട് എന്നിവ നേറ്റിവിറ്റി തെളിയിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നേറ്റിവിറ്റി തെളിയിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗിക്കാം, 10th സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, ബർത്ത് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം, പാസ്പോർട്ട്, ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം നേറ്റിവിറ്റി തെളിയിക്കാൻ. അതേപോലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ജനറൽ കാറ്റഗറി അതായത് EWS വിഭാഗത്തിന് വില്ലേജ് ഓഫീസർ തരുന്ന ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ്, അതായത് 4 ലക്ഷത്തിൽ താഴെയാണ് വരുമാനം എന്ന് കാണിക്കുന്ന ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ AY സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ PHH സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇത് എവിടെ നിന്നാണ്, വില്ലേജ് ഓഫീസിൽ നിന്നാണ് വേണ്ടത്. അതുപോലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്കും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കുമായിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന സീറ്റുകളിലേക്ക് പരിഗണിക്കണമെങ്കിൽ NCL വിഭാഗത്തിൽ പെടാത്ത കുട്ടികളാണെന്ന് വിചാരിക്കാം, വില്ലേജ് ഓഫീസിൽ നിന്ന് അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതാണ്. എങ്കിൽ മാത്രമാണ് അവരുടെ കമ്മ്യൂണിറ്റി തെളിയിക്കപ്പെടുക. അതുപോലെ NRI കോട്ടയിൽ നിങ്ങൾ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുന്ന വേളയിൽ സ്പോൺസർ സർട്ടിഫിക്കറ്റ് വേണം. അതേപോലെ സ്പോൺസറുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഉണ്ടാവണം. അതുപോലെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇതൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. സ്പോൺസർ സർട്ടിഫിക്കറ്റ് വേണം, പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം, റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റും വേണം. അതേപോലെ തന്നെ കുട്ടിയുടെ ഇതിൽ മറ്റൊരു ഡീറ്റെയിലൂടെ പറഞ്ഞിട്ടുണ്ട്, കുട്ടിയുടെ SSLC സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രേഖയിൽ ജാതി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ തരുന്ന ജാതി സർട്ടിഫിക്കറ്റ് പകരം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു
മുസ്ലിം മൈനോറിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽപ്പെട്ട കുട്ടികൾ NCL അല്ല എന്ന് വിചാരിക്കുക, ക്രിമിനൽ കാറ്റഗറിയിൽ പെടുന്നവരാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവരെ സെൽഫ് ഫിനാൻസിംഗിൽ പരിഗണിക്കാൻ വേണ്ടി അവർ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ജാതി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതില്ല. കാരണം എന്താ, ഇപ്പോൾ നിങ്ങൾ SSLC 10th സർട്ടിഫിക്കറ്റിൽ ജാതി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മതിയാവും, ജാതി സർട്ടിഫിക്കറ്റ് വേണ്ട. എന്നാൽ നേരെ തിരിച്ച് SC/ST വിഭാഗക്കാർക്ക് തഹസീൽദാർ നൽകുന്ന ജാതി സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അവർക്ക് SLC ബുക്ക് കൊടുത്താൽ പോരാ, ജാതി സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമനിധി ബോർഡിന്റെ ഫീസ് ആനുകൂല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യണം, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള ഫിഷറീസ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അതുപോലെ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ UDID കാർഡ് അല്ലെങ്കിൽ ഡിസബിലിറ്റി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇനി സ്പോർട്സ് കോട്ട സീറ്റുകളിലേക്ക് അപേക്ഷിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം, അങ്ങനെ അപേക്ഷിക്കുന്ന കുട്ടികൾ ഓൺലൈനായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന അപേക്ഷ, ഫൈനൽ കൺഫർമേഷൻ ഒക്കെ നടത്തി കിട്ടുന്ന ആ സർട്ടിഫിക്കറ്റിന്റെ പ്രിന്റ് ഔട്ട്, ഫൈനൽ കൺഫർമേഷന്റെ പ്രിന്റ് ഔട്ട് ഉൾപ്പെടെ, അതുപോലെ മറ്റ് ഡോക്യുമെന്റ്, സ്പോർട്സ് ഡോക്യുമെന്റ് ഉൾപ്പെടെ സെക്രട്ടറി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ അയച്ചു കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ സ്പോർട്സ് കോട്ടക്കാർ LBSൽ അപ്ലൈ ചെയ്യുന്ന ഒപ്പം തന്നെ LBSൽ അപ്ലൈ ചെയ്ത് കിട്ടുന്ന അപേക്ഷയുടെ പ്രിന്റ് ഔട്ടും മറ്റ് ഡോക്യുമെന്റും ഒക്കെ ചേർത്ത് സെക്രട്ടറി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം എന്നുള്ള അഡ്രസ്സിൽ നിങ്ങൾ അയച്ചു കൊടുക്കുകയും വേണം. ഇനി NCC കോട്ടയിൽ അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ ഓൺലൈനായിട്ട് കൊടുത്ത അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കുക, സ്പോർട്സുകാർ എടുക്കുന്ന പോലെ തന്നെ എടുക്കുക. എന്നിട്ട് കേഡറ്റായിട്ട് എൻറോൾ ചെയ്ത NCC യൂണിറ്റ് ഓഫീസ് വഴി നിങ്ങൾ അവിടെ എത്തിക്കുക. അവർ വഴി എന്ത് ചെയ്യണം, ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ NCC കേരള എന്നുള്ള അഡ്രസ്സിൽ അവർ എത്തിച്ചു കൊടുക്കണം. ഇനി ഓരോ ഡോക്യുമെന്റുകളുടെയും കോപ്പി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളുടെയും ഫോർമാറ്റ് പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ പ്രോസ്പെക്ടസ് ഇപ്പം ഞാൻ ഈ കാണിച്ച പ്രോസ്പെക്ടസ് പോലെ മെയിൻ പ്രോസ്പെക്ടസ് ഉണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഫോമും കാണാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ അക്ഷയ വഴി അല്ലെങ്കിൽ മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ വഴിയൊക്കെ അപേക്ഷിക്കുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അങ്ങനെ തന്നെ ഉപയോഗിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കേണ്ടതില്ല. ഓൺലൈനായിട്ട് കിട്ടുന്ന സർട്ടിഫിക്കറ്റ്, ഈ ഡിസ്ട്രിക്റ്റ് ഫോർമാറ്റിലെ സർട്ടിഫിക്കറ്റുകൾ എന്തായാലും അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ആ പ്രശ്നമില്ല. ഈ ഡോക്യുമെന്റിന്റെ ഒരു വാലിഡിറ്റി ഞാൻ പറഞ്ഞു, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അതിന്റെ വാലിഡിറ്റി പറയുന്നത് 30/6/2025 ശേഷമുള്ളതായിരിക്കണം. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് 30/6/2023 ശേഷമായിരിക്കണം. ഇൻകം സർട്ടിഫിക്കറ്റ് 30/6/2025 ശേഷമായിരിക്കണം. EWS 2025-26 ഫിനാൻഷ്യൽ ഇയറിൻ്റെതായിരിക്കണം. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റുകളുടെ വാലിഡിറ്റി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് LBSന്റെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൊണ്ടുപോകേണ്ട ഡോക്യുമെന്റുകളും അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകളും അത് തയ്യാറാക്കേണ്ടത് എവിടെ നിന്നാണ് ഇത് വാങ്ങേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അപ്പോൾ ജൂൺ 30 വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം, ജൂലൈ 2 വരെ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കൊടുക്കാം. അപ്പോൾ ആ ഡീറ്റെയിൽ മാത്രം. ഇപ്പോൾ ജൂലൈ 2 അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്ന് ഓപ്ഷൻ രജിസ്ട്രേഷൻ തുടങ്ങുമ്പോൾ കോളേജുകളുടെ ഡീറ്റെയിൽ, ഫീസ് ഡീറ്റെയിൽ ഒക്കെ അപ്പോൾ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ നിലവിൽ രജിസ്ട്രേഷൻ്റെ കാര്യം മാത്രമാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുക, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുക, ബാക്കി പ്രൊസീജിയർ പിന്നീട്. മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് വരികയാണെങ്കിൽ LBSന്റെ ഭാഗത്ത് വരികയാണെങ്കിൽ അത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. കമ്മ്യൂണിറ്റി ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.